കടല വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഐറ്റം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കടല നന്നായിട്ട് കഴുകി കുതിർത്ത് എടുക്കണം. അതിനുശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത ശേഷം നമുക്കത് വേവിച്ചെടുക്കാം. പ്രത്യേകിച്ച് കടലയ്ക്ക് കണക്കൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുക്കറിൻ്റെ അടപ്പൊക്കെ അടച്ച് നമ്മൾ ഗ്യാസ് കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേവട്ടെ. അത് വേകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കുറച്ച് ചേരുവകൾ നമുക്ക് അരിഞ്ഞെടുക്കാനുണ്ട്. ഞാൻ ഇവിടെ 1.5 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ്, നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ 3-4 വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തേക്കാണ്. അപ്പം ഒരു 5-6 വിസിലൊക്കെ അടിക്കട്ടെ കേട്ടോ. കാരണം വെച്ചപ്പോൾ നന്നായിട്ടൊന്ന് കടല വെന്ത് വരണം, വേവ് കുറവ് വരരുത്, നല്ലോണം വേകണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മസാലപ്പൊടികളാണ്. ഞാൻ അവിടെ മീറ്റ് മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 2 ടീസ്പൂണും അത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി. നമുക്ക് എരിവ് ആവശ്യത്തിലാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച് കടല ഒക്കെ ഒന്ന് തണുത്ത് നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട പാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂണോളമൊക്കെ ഒഴിച്ചോളൂ കേട്ടോ വെളിച്ചെണ്ണ. ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, നമ്മൾ ആ സവാള ആദ്യം നമ്മളത് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ഞാനത് അരിഞ്ഞു വെച്ച് മൊത്തത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പൊന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പില്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് സവാള വഴന്ന് വരണം കേട്ടോ. സവാള വന്നപ്പോൾ ബാക്കി ചേരുവകൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, കാരണം നമ്മൾ കടല വേവിക്കും കുറച്ച് ഉപ്പിട്ടാണ്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം കേട്ടോ. അതിനുശേഷം അതൊന്ന് വീണ്ടും വളർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വരണം. പൊടിയുടെ ആ പച്ചമണമൊക്കെ നമുക്കൊന്ന് മാറി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് കുറച്ച്, ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കാരണം നമുക്ക് കുറച്ച് ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി അവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. കാരണം അത്യാവശ്യം നല്ല മസാലയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ കടല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഈ ഐറ്റം റെഡിയാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.